ഹലോ. അപ്പൊ രാവിലെ തന്നെ മീൻ വാങ്ങിക്കാൻ ഇറങ്ങാലോ എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങി. പക്ഷെ കുറച്ച് ലേറ്റ് ആയി പോയിട്ടാ. ബോട്ടുകാരൊക്കെ അടുത്ത് മീനുകളൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പുറത്ത് കാണുന്ന ഷോപ്പിൽ നിന്ന് അച്ചാറിടാൻ വേണ്ടിയിട്ട് കേരയും വാങ്ങി. പിന്നെ ഈ ഒരു മീനും വാങ്ങിച്ച് പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല ചൂടൻ പഴംപൊരി ഉണ്ട്. ആ ഒരു പഴംപൊരി എടുത്തിട്ട് അതും കഴിച്ച് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് വന്ന് കേര നന്നായിട്ട് നുറുക്കിയായിരുന്നു ഞാൻ അവിടെ വാങ്ങിയായിരുന്നത്. പിന്നെ കഴുകി വൃത്തിയാക്കി ഉപ്പും മഞ്ഞപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും പുരട്ടിയിട്ട് ഒന്ന് വറക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടാണ്. കാരണം അച്ചാറിടാനായിട്ടാണ്. നമ്മുടെ വീട്ടിലേക്ക് തന്നെയാണ്, പുറത്തേക്കൊന്നും കൊടുക്കാനും കാര്യത്തിനൊക്കെ അല്ല. ഉണ്ണിമോക്ക് മീനച്ചാർ ഇഷ്ടമുള്ളത് കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് മീൻ വാങ്ങിച്ചിട്ട് തീരുന്നതിനനുസരിച്ചിട്ട് ഇങ്ങനെ അച്ചാറിട്ട് വെക്കും കേട്ടോ. ഒരു കുഞ്ഞു കേരയല്ലേ വാങ്ങിച്ചേക്കണം. അപ്പം നമുക്ക് വെന്തൊക്കെ വന്നപ്പോൾ അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതൊക്കെ ഒന്ന് വറുത്ത് കോരി മാറ്റിയിട്ട് ആ വെളിച്ചെണ്ണയിൽ തന്നെയാണ് നമ്മൾ ഉലുവയും കടുവും കൂടെ പൊട്ടിച്ചെടുത്തത് കേട്ടോ. പിന്നെ ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ആയിരിക്കും. പച്ചമുളക് ഞാൻ കൂടുതൽ ഇടുന്നില്ല, ഉണ്ണിമുക്ക അതിൻ്റെ ഇടയിൽ കടിക്കുന്ന ഇഷ്ടമല്ല. നമുക്ക് വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ളത് കാരണം വലിയ വലിയ കാര്യങ്ങളൊന്നും ചേർക്കണില്ല കേട്ടോ. സാധാ അച്ചാറിൻ്റെ കുഞ്ഞു കുഞ്ഞു ഐറ്റം നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ മാത്രം ചേർക്കണുള്ളൂ. പിന്നെ ഈ ഉലുവ അല്ല കായപ്പൊടി എന്താണ് കട്ട കട്ട പിടിച്ച് ഉണ്ടയായിട്ടിരിക്കണേന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ പൊട്ട ബുദ്ധിക്ക് ഞാൻ ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെച്ച് എനിക്ക് പറ്റിയ അബദ്ധം ഉണ്ട് അത്. പിന്നെ പൊടികൾ മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് മറ്റേ കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ട് ഇച്ചിരി കളറിന് വേണ്ടിയിട്ട് അതും കൂടി ഇട്ട് ചൊറുക്കയും ഒഴിച്ച് ഇച്ചിരി വെള്ളവും കൂടി ഇട്ടിട്ട് ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പ് നോക്കി കഴിഞ്ഞപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അതും കൂടി ഇട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ഇന്ന് അമ്മയാണ് നമ്മുടെ കുക്ക് അച്ചാറിടുന്നത് കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നേ. അപ്പം നമുക്ക് ടേസ്റ്റ് നോക്കാനായിട്ട് ആൾ വന്നിട്ടുണ്ട്. കഴിച്ച് കഴിഞ്ഞിട്ട് കൊള്ളാം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ കുറച്ച് ചൊറുക്കയുടെ കുറവുണ്ടായിരുന്നു കേട്ടോ, വിനാഗിരിയുടെ. അത് വാങ്ങിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ ഒഴിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ അച്ചാർ സെറ്റായി.